ഹലോ ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ശരിക്കൊരു പാർട്ട് 2 ആണ്. 5 പൂക്കളുടെ ഒരു DIY ആയിട്ട് സ്റ്റിക്കേഴ്സോ ആയിട്ടോ യൂസ് ചെയ്യുക, ജേർണലിങ് സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് 5 ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ടുള്ള 5 പൂക്കളുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയാണ്, പാർട്ട് 2 ആണ്. അതാണ് ആദ്യം മേലെ കുറേ പിന്നെ ഫ്ലവേഴ്സ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. ഇത് ആക്ച്വലി 5 സിമ്പിളായ 5 പൂക്കൾ തന്നെയാണ്. നേരത്തെ ഇതേപോലെ ഒരു പൂവ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് ഈ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് കളർ വേണമെങ്കിലും എടുക്കുക. അങ്ങനെ 5 എതൾ വെച്ചിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജേർണൽസിന് സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യുക, പിന്നെ അതേപോലെ നമ്മുടെ ആർട്ട് വർക്കിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ ഫ്ലവേഴ്സാണ്, എല്ലാവർക്കും വരക്കാൻ പറ്റുന്നതാണ്. ഇത് ബ്രഷ് പെന്നുകൊണ്ട് വരക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഫ്ലവേഴ്സ് വരച്ചു, അതിനോരോ തണ്ട് വരച്ചു, പിന്നെ ഞാൻ ഇലകൾ വരച്ചു. ഇലകൾക്ക് ഒരേ മുഖച്ഛായം തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. പിന്നെ സിമ്പിളായിട്ട് ഞാൻ ഒരു പിന്നെ ഇതേപോലൊരു മോഡൽ പിക്ചർ കണ്ടിട്ട് ആ പിക്ചറിൽ അതേപോലെയാണ് കേട്ടോ ഞാൻ നോക്കി വരയ്ക്കുകയാണ്. ഞങ്ങൾക്ക് വരക്കാൻ അത്ര കഴിവൊന്നുമില്ല, പക്ഷേ ഞാൻ ഒപ്പിക്കും. അങ്ങനെ നെയിൽസിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ കോർണറിലോ അല്ലെങ്കിൽ ബോർഡർ വർക്ക് ചെയ്യാനോ അങ്ങനെ പറ്റിയ ഫ്ലവറാണ്. അപ്പോൾ ഇതിലെന്തൊരു കുറവ് തോന്നി, അപ്പം ഞാൻ എൻ്റെ ഭാഗം കുറച്ച് ആഡ് ചെയ്തു. അത് ശരിക്കും ഫ്ലവേഴ്സ് തമ്മിലൊരു അടുപ്പില്ലാതെ നിൽക്കണത് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് തൃപ്തിയായത്. നെക്സ്റ്റ് നമ്മളെല്ലാപ്പോഴും വരച്ച് പഠിച്ച ഒരു ഇതാണ് റോസ്. അപ്പം നമ്മൾ റോസിൻ്റെ ഇതിക്കും ഭംഗിയായിട്ട് റോസ് വരക്കാൻ അറിയണവരുണ്ടാവും കേട്ടോ, കാണുന്നവർ തന്നെ. ഞാൻ ഈ റോസ് ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ റോസ് ഒക്കെ നമുക്ക് ബോർഡേഴ്സിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കോർണറിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ബെസ്റ്റാണ്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രോക്ക് ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന തരത്തിലുള്ള ചെറിയ ഇത് വരച്ചിട്ട് നമുക്ക് ഈ റോസ് കംപ്ലീറ്റ് ചെയ്യാം. എന്നെക്കാളും വരക്കാൻ അറിയണവർ വിചാരിക്കണ്ടാവും എന്താ ഈ പെണ്ണ് കാട്ടണമെന്ന് വിചാരിക്കണുണ്ടാവും. ഞാൻ ഇത് കുറേ ആയിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ലീവ്സ് വരച്ചു കൊടുത്തു സിമ്പിളായിട്ട്. പിന്നെ അതേപോലെ ഇനി വളരെ സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന വേറൊരു പൂവാണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഈ ബ്രഷ് പെൻ വെച്ചിട്ടാണ് ഇങ്ങനെ അതിൻ്റെ പണ്ട് നമ്മൾ താമര വരച്ചിരുന്ന ആ ഒരു മോഡലിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് അടിയിലൊക്കെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്തത് ഫ്ലവർ ഞാൻ കുറച്ചും കൂടി ഡാർക്ക് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, വേറൊരു കളർ വെച്ചിട്ട്. അത് എനിക്ക് അത്ര തന്നെ അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ബ്രഷ് പിടിച്ചതേ ശരിയായില്ല. അങ്ങനെ ആ 2 ഫ്ലവറാക്കി ഞാൻ കുറച്ച് ലീവ്സും ഒരു സ്റ്റെമ്മും കൂടി വരച്ച് കഴിഞ്ഞാൽ അതായി. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ കോർണറിൽ കൊടുക്കാം. പിന്നെ അതേപോലെ നമ്മൾ മറ്റുള്ള ആർട്ട് വർക്കിൽ ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഡെസ്ക് ഡെക്കോറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമ്പോൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഫ്ലവേഴ്സാണ്. ലാസ്റ്റ് ഫ്ലവർ ഞാൻ കുറച്ച് ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ഡോംസിൻ്റെ ഈ ബ്ലെൻഡർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് പരീക്ഷിച്ചു. കാരണം ബ്ലെൻഡർ എനിക്ക് അത്ര വിഷമില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡ് വേണം. അപ്പം ഞാൻ ലൈറ്റർ ഷെയ്ഡിന് വേണ്ടിയിട്ട് അതെന്ത് ചെയ്തു, പിന്നെ ബ്ലെൻഡ് ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ട് ഞാനത് ഓരോ പെറ്റൽസ്, ഒരു നോർമൽ ഫ്ലവർ പെറ്റൽസ് വെച്ച് ഞാൻ ചെയ്തു. ഒന്നും കൂടി ഉള്ളിൽ ഞാൻ ലൈറ്റർ ഷെയ്ഡ് ഫുള്ള് കളർ പോണ വരെ ഞാനത് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇന്നർ ഭാഗത്ത് കുറച്ച് ഡാർക്കൻ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് എടുത്തു. ഞാൻ ഈ കണ്ടു വരുമ്പോൾ എനിക്ക് ഭയങ്കര ലാഗ് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡപ്പ് ചെയ്തു. പിന്നെ ഫ്ലവേഴ്സ് ഒരു ലീഫ് വരച്ചു കൊടുത്തു. പിന്നെ ഫ്ലവർ ഒന്ന് വെച്ചു. അപ്പോൾ എന്തോ ഒരു കുറവ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് യെല്ലോ ഡോട്ട്സും കൂടി കൊടുത്തപ്പോഴാണ് ഫ്ലവർ ഡാർക്കനായി. പിന്നെ ഞാൻ കുറച്ചൊന്ന് ഡാർക്ക് സ്മഡ്ജ് ചെയ്തു. അപ്പോൾ ഇതാണ് 5 പൂക്കൾ, പിന്നെ മുന്നേ ചെയ്ത 5 പൂക്കളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതേമാതിരത്തെ നുറുങ്ങ് വിദ്യകളായിട്ട് ഇനിയും വരാം.